2016 സെപ്റ്റംബറിൽ ഇന്ത്യയിൽ ടെലികോം രംഗത്ത് ജിയോ സേവനം പബ്ലിക്കിന് ലഭ്യമായത് അന്നാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മൊബൈൽ നെറ്റ്വർക്കാണ് ജിയോ. ഇപ്പോൾ എല്ലാ കമ്പനികളും ചാർജ് കുത്തനെ കൂട്ടിയിട്ടുണ്ട്. റേറ്റ് കൂട്ടാത്ത ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ, അത് BSNL ആണ്. മുമ്പ് ആരും യൂസ് ചെയ്യാത്ത സിമ്മ്, റേഞ്ച് കിട്ടാത്ത സിമ്മ് എന്ന് പറഞ്ഞ BSNL ഇപ്പോൾ ടാറ്റ കൺസൾട്ടൻസി കമ്പനിയുമായി 15,000 കോടിയുടെ കരാറിലെത്തിയിട്ടുണ്ട്. ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ 1000 ഗ്രാമങ്ങളിൽ കൂടി 4G എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ തന്ത്രവുമായി കളത്തിലിറങ്ങിയിരിക്കുകയാണ് സാക്ഷാൽ രത്തൻ ടാറ്റ. ചാർജ് കൂട്ടുക എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഏതൊരു സാധാരണക്കാരനും കഴിയാത്ത വിധത്തിലുള്ള ചാർജാണ് അവർ കൂട്ടിയിട്ടുള്ളത്. വർധന അത് ചെറുതല്ല, 11% മുതൽ 24% വരെ ഉയർത്തി. അതേപോലെ ജിയോ, VI, എയർടെൽ കുത്തനെ കൂടിയതോടെ സിമ്മ് പോർട്ട് ചെയ്തത് BSNLിലേക്ക് വന്നത് 2.5 ലക്ഷം ആൾക്കാരോളാണ്. ഏകദേശം 25 ലക്ഷത്തോളം ആൾക്കാർ പുതിയ കണക്ഷൻ BSNLിലേക്ക് മാറിയിട്ടുണ്ട്. ജിയോയിൽ ഒരു വർഷത്തേക്കുള്ള ഡാറ്റ പാക്കിന് 3599 രൂപയാണ്. എന്നാൽ ഈ ഒരു BSNL ഒരു വർഷത്തേക്കുള്ള ഡാറ്റ 2395 രൂപയെ മാത്രമേ ഉള്ളൂ. ഇത് ചെറിയ മാറ്റമല്ല, വലിയൊരു മാറ്റം തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഉപഭോക്താക്കൾ മാറി ചിന്തിച്ചത്. മുമ്പ് ഒരുപാട് കമ്പനികൾ ഉണ്ടായിരുന്നു. എയർടെൽ, എയർസെൽ, യൂണിനോർ, ഡോകോമോ എന്നിങ്ങനെയുള്ള കമ്പനികൾ ഒരുപാടുണ്ട്. ആ ഒരു ടൈമിലാണ് ഈ ഒരു ചാർജ് വർദ്ധിച്ചെങ്കിൽ നമുക്ക് സിമ്മ് പോർട്ട് ചെയ്ത് മാറി യൂസ് ചെയ്യായിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ VI, എയർടെൽ, ജിയോ എന്നിങ്ങനെയുള്ള വമ്പൻ 3 കമ്പനികൾ മാത്രമാണ് ഉള്ളത്. ഈ 3 കമ്പനികളും ഒരുപോലെ റേറ്റ് കൂട്ടിയതോടെ ഇനി ചാർജ് കുറയുന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്ക് ഇല്ലാതായി. ചാർജ് കൂട്ടാത്ത BSNL മാത്രമേ ഉള്ളൂ. കനത്ത ചാർജ് വർധന കോടിക്കണക്കിന് ജനങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. രത്തൻ ടാറ്റ 4G ആയി 9,000 ടവറുകളാണ് BSNL സ്ഥാപിച്ചിട്ടുള്ളത്. 1 ലക്ഷം സൈറ്റുകളിൽ 4G എത്തിക്കാനുള്ള കരാറാണ് ഇപ്പോൾ രത്തൻ ടാറ്റ ഏറ്റെടുത്തിട്ടുള്ളത്. നിലവിലുള്ള സർക്കിളിൽ മാത്രമേ ഇപ്പോൾ 4G ലഭ്യമാവുന്നുള്ളൂ. നമ്മുടെ കേരളത്തിൽ പലയിടത്തും 4G ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. BSNL ടാറ്റ കരാറിൽ പറയുന്നത് 1 ലക്ഷം സൈറ്റുകളിൽ ഇനി എത്തുമെന്നതാണ്. BSNL 4Gയിൽ നിന്ന് അതിവേഗം 5Gയിലേക്ക് മാറാൻ കഴിയും. ടെലികോം രംഗങ്ങളിൽ ഈ BSNL ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ 5G ലഭ്യമാക്കിയേ മതിയാവും. അപ്പൊ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ആ ഒരു 5Gയിലേക്ക് ഇനി BSNL വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. രത്തൻ ടാറ്റയുടെ ഈ ഒരു തിരിച്ചുവരവ് 4Gയിൽ നിന്ന് 5Gയിലേക്ക് തിരിച്ചു വരുമെന്ന് നിങ്ങളും കരുതുന്നുണ്ടാവുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.